Welcome all. Polytechnic Electronics Engineering Semester 4 Programming in C Course Code 4044 എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 പാർട്ട് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. എസ്ഐ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എസ്ഐ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒക്ടോബർ 2018 ആൻഡ് 2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡേറ്റ ടൈപ്സ്. സോ ഡേറ്റ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യും, അതുപോലെ തന്നെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ക്വസ്റ്റ്യന് എൻ്റെ ആൻസർ ചെയ്യേണ്ടത് പ്രൈമറി ഡേറ്റ ടൈപ്സ് ആണ് അതിന് മെൻഷൻ ചെയ്യേണ്ടത്. പ്രൈമറി ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ, ഇൻറ്റിജർ, ഫ്ലോട്ട്, വോയിഡ്. ദെൻ ക്യാരക്ടറിനകത്ത് തന്നെ ക്യാർ, അൺസൈൻഡ് ക്യാർ, അൺസൈൻഡ് ക്യാറുണ്ട്. അതുപോലെ ഇൻറ്റിജറിൽ സൈൻഡ് ഇൻ്റ് ഉണ്ട്, സൈൻഡ് ഷോർട്ട് ഇൻ്റ് ഉണ്ട്, സൈൻഡ് ലോങ് ഇൻ്റ് ഉണ്ട്. അതുപോലെ അൺസൈൻഡ് ഇൻ്റ് ഉണ്ട്, അൺസൈൻഡ് ഷോർട്ട് ഇൻ്റ് ഉണ്ട്, അൺസൈൻഡ് ലോങ് ഇൻ്റ് ഉണ്ട്. പിന്നെ ഫ്ലോട്ടിനകത്ത് ഫ്ലോട്ട്, ഡബിള്, ലോങ് ഡബിൾ ഉണ്ട്. ദെൻ വോയിഡ് ഉണ്ട്. അപ്പം ഈ ഇത്രയും ഡേറ്റ ടൈപ്സ് ആണ് മെയിനായിട്ടുള്ളത്. ക്വാളിഫയേഴ്സുകളും വെച്ചിട്ടുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. സൈൻഡും അൺസൈൻഡും ഷോർട്ടും ലോങ്ങും ഒക്കെ വെച്ചിട്ടുള്ള. അതുപോലെ ഇതിൻ്റെ ഓരോ ഡേറ്റ ടൈപ്പിൻ്റെയും റേഞ്ച് ഓഫ് വാല്യൂസ് അത് സപ്പോർട്ട് ചെയ്യുന്നതും, അതുപോലെ അതിന് എത്ര ബൈറ്റ് റിക്വയർഡ് ആണ്, അതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രിങ്, ഫോർമാറ്റ് സ്പെസിഫയർ അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രിങ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു 32 ബിറ്റ് കമ്പൈലറിൻ്റെ കേസിലുള്ള റേഞ്ചും നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഡേറ്റ ടൈപ്പിനും. അത് കമ്പൈലർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം കമ്പൈലർ നമ്പർ ഓഫ് ബിറ്റ് 64 ബിറ്റ് കമ്പൈലറാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ ക്യാരൻ്റെ കേസിൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻറ്റിജറിൻ്റെ കേസിൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വ്യത്യാസം വരാം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. ഇൻ്റെ ഏജ് എന്നൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ക്യാർ ലെറ്റർ എന്ന് പറഞ്ഞ് ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ഫ്ലോട്ടിംഗ് ടൈപ്പ് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഫ്ലോട്ട്, ഹൈറ്റ്, വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് സി പ്രോഗ്രാം ടു റീഡ് 3 മാർക്സ്. 3 മാർക്ക് റീഡ് ചെയ്യുക, അതിൻ്റെ സമവും ആവറേജും കാണുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 3 മാർക്ക് നമുക്ക് റീഡ് ചെയ്യണം. സോ 3 മാർക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 വേരിയബിൾസ് num1, num2, num3 3 വേരിയബിൾസ് നിങ്ങൾക്ക് ഇൻറ്റിജറായിട്ടോ ഫ്ലോട്ടായിട്ടോ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഫ്ലോട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ 3 മാർക്കുകൾ റീഡ് ചെയ്യണം. 3 മാർക്കുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനവിടെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റർ 3 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശേഷം ആ 3 മാർക്കുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടാണെങ്കിൽ %f കൊടുക്കുക. 3 മാർക്കുകൾ നമ്മൾ റീഡ് ചെയ്യുന്നു. num1, num2, num3 3 വേരിയബിളിലേക്ക് റീഡ് ചെയ്തു. അതിൻ്റെ സം കാണാൻ വേണ്ടി സം എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇതിൻ്റെ സം വെച്ചു. num1 + num2 + num3 ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി സം ഡിവൈഡ് ബൈ 3 ചെയ്ത് അതിൻ്റെ ആവറേജ് AVG എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വെച്ചു. എന്നിട്ട് അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. മാർക്ക് എൻ്റർ ചെയ്ത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാർക്ക് ഏതൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്തത് എന്നുള്ളത്. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം സമ്മ് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ആവറേജും പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സം ആൻഡ് ആവറേജിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം വിത്ത് ആൻ എക്സാമ്പിൾ. സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നിങ്ങൾക്ക് സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്, ലിങ്കേജ് സെക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് സെക്ഷൻ എന്ന് പറയും, ഡെഫിനേഷൻ സെക്ഷൻ ഉണ്ട്, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ ഉണ്ട്, സബ് പ്രോഗ്രാം സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതാണ് നമ്മുടെ ലിങ്കേജ് സെക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ്സ് പറയുന്ന സെക്ഷനാണ്. പിന്നെ ഡെഫിനേഷൻ സെക്ഷൻ അതാണ് ഈ ഒരു സെക്ഷൻ. അതിനുശേഷം ഗ്ലോബൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണിത്. ഗ്ലോബൽ വേരിയബിൾസ് ഓർ ഗ്ലോബൽ ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷൻ. ദെൻ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ സബ് പ്രോഗ്രാം സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻസ് വേറെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് ദ ഗിവൺ നമ്പർ
between 0 and 5 into their equivalent word using switch case. അപ്പോൾ 0 to 1 ഇൻപുട്ട് നമ്മൾ 0 to 5ൻ്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ആ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പറിനെ വേർഡിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ സ്വിച്ച് കേസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഹെഡർ ഫയൽ സ്റ്റാർട്ട് ചെയ്ത് വോയിഡ് മെയിനകത്ത് n എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ വേരിയബിളിലേക്കാണ് നമുക്ക് വാല്യൂ ഇൻപുട്ട് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻപുട്ട് നമ്മൾ ഏത് നമ്പറാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഏത് നമ്പറാണ് നമുക്ക് അവിടെ വേർഡിൽ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗെറ്റ് ചെയ്യുന്നു. സോ എന്നിലേക്ക് 0 to 5 ഒരു നമ്പർ നമുക്ക് ഗെറ്റ് ചെയ്യാം. ആ ഗെറ്റ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്വിച്ച് കേസിലേക്ക് വിടുവാണ്. സ്വിച്ചിനകത്തേക്ക് ആ നമ്പർ പാസ് ചെയ്തിട്ട് അവിടെ ചെക്ക് ചെയ്യുവാണ് കേസിനകത്ത് 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഒരേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാനിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. കേസ് 3 കഴിഞ്ഞ് കേസ് 4, കേസ് 4 കഴിഞ്ഞ് കേസ് 5, ലാസ്റ്റ് ഡീഫോൾട്ട് ഒരു കേസും കൊടുക്കാം. അതായത് നമ്മൾ കൊടുത്ത ഈ നമ്പറിൽ 0 to 5 അല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ ഇൻവാലിഡ് ആണല്ലോ. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ 0 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സേ പറഞ്ഞിട്ടുള്ളൂ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡീഫോൾട്ട് കേസ് വരുന്നത്. ഓക്കെ, ഡീഫോൾട്ട് എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നത്. സോ അപ്പം ഒരു കേസ് 0 ആണെങ്കിൽ 0 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ കേസ് 1 ആണെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്യും, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. 2 ആണെങ്കിൽ 2 പ്രിൻറ്റ് ചെയ്തു, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനനുസരിച്ച് കേസസ് വർക്ക് ചെയ്യുന്നു. കേസ് 0 to 5ൻ്റെ ഇടയ്ക്കുള്ള കേസാണെങ്കിൽ കറസ്പോണ്ടിങ് വേർഡ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നു, സ്വിച്ച് കേസ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 6 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ സി, ദെൻ റൈറ്റ് സി പ്രോഗ്രാം ടു. നമുക്ക് ഒരു 1 by 1 ആയിട്ട് കാണാം. ആദ്യത്തെ 6 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്നതിന് നമുക്ക് അഡീഷൻ ഓപ്പറേറ്റർ ആയിട്ടും എടുക്കാം. അതുപോലെ തന്നെ യൂണറി പ്ലസ് ഓപ്പറേറ്റർ. യൂണറി പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് നമ്പർ നമ്മൾ കാണിക്കാൻ വേണ്ടി പോസിറ്റീവ് +5 എന്ന് എഴുതത്തില്ലേ, +5. നെഗറ്റീവ് നമ്പറിനെ കാണിക്കാൻ വേണ്ടി -5 എന്ന് എഴുതൂല്ലേ. അപ്പോൾ അതാണ് ഈ യൂണറി പ്ലസ് അല്ലെങ്കിൽ യൂണറി മൈനസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ അഡീഷന് വേണ്ടി യൂസ് ചെയ്യാം പ്ലസ്സിന്, അല്ലെങ്കിൽ യൂണറി പ്ലസ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതായത് ആ നമ്പർ പോസിറ്റീവ് നമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടി +5 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യാം. അതിന് അപ്പോൾ രണ്ടും 2 യൂസാണ് കേട്ടോ. സെയിം ഓപ്പറേറ്റർ തന്നെയാണെങ്കിൽ 2 യൂസാണ്. മൈനസിനെയും അതുപോലെ സബ്ട്രാക്ഷനായിട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ യൂണറി മൈനസ് നെഗറ്റീവ് നമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് സി പ്രോഗ്രാം ടു റൈറ്റ് ദ ഡേ നമ്പർ 1 to 7 ആൻഡ് ഡിസ്പ്ലേ ദ കറസ്പോണ്ടിങ് ഡേ നെയിം. അപ്പം 1 to 7, 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് 7 ആണെങ്കിൽ സൺഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് മേടിക്കുന്നത് 1 to 7 ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും. അതനുസരിച്ച് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 7 ഉള്ള നമ്പർ ഗെറ്റ് ചെയ്യുവാണ്. ഈ വേരിയബിളിലേക്ക് ഗെറ്റ് ചെയ്യുന്നു. ആ വേരിയബിൾ നമ്മുടെ സ്വിച്ചിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കേസ് 1 ആണെങ്കിൽ മൺഡേ പ്രിൻറ്റ് ചെയ്യുന്നു, കേസ് 2 ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിൻറ്റ് ചെയ്യുന്നു. ഓരോന്ന് കഴിയുമ്പോഴും ബ്രേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. കേസ് 3 ആണെങ്കിൽ വെനസ്ഡേ പ്രിൻറ്റ് ചെയ്തു, 4 ആണെങ്കിൽ തേഴ്സ്ഡേ, ദെൻ 5 ആണെങ്കിൽ ഫ്രൈഡേ, 6 ആണെങ്കിൽ സാറ്റർഡേ, 7 ആണെങ്കിൽ സൺഡേ. ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട് എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു ഡീഫോൾട്ട് കേസിനകത്ത്. ഒരു എക്സാമ്പിൾ ഔട്ട്പുട്ട് കൂടെ കൊടുത്തിരിക്കുന്നത് പ്ലീസ് എൻ്റർ വീക്ക് നമ്പർ 1 to 7 എന്ന് കൊടുത്തു. 1 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ 2-way and multi-way selection structure in C with neat diagram. 2-way and multi-way selection structure in C with neat diagram എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. എന്താണ് ആൻസർ എന്ന് നോക്കാം. 2-way ആൻഡ് മൾട്ടി-വേ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2-way സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈഫ് ദെൻ എൽസ് ഇല്ലേ, ഈഫ് എൽസ് അല്ലെങ്കിൽ ഈഫ് ദെൻ എൽസ് എന്നും പറയും. സോ ഈഫ് എൽസ് കൺട്രോൾ സ്ട്രക്ചറിനെയാണ് 2-way സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ 2-way സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈഫ് ദെൻ എൽസ് ആവണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ് ഒരു എക്സ്പ്രഷൻ കൊടുക്കും, അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസിനകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 2 ചോയ്സേ ഉള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 2-way സെലക്ഷൻ എന്ന് പറയുന്നത്. ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ
some statement will be executed. If it is false, some other statement will be executed. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന രണ്ട് വേ ഇതിനുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ അതുകൊണ്ടാണ് ടു വേ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് ഈ ഫെൽസിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫെൽസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ടു വേ സെലക്ഷൻ സ്ട്രക്ചറിൻ്റെ കേസിൽ ഈ ഫെൽസ് എക്സാമ്പിളായിട്ട് എഴുതാം. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മൾട്ടിവേ സെലക്ഷൻ സ്ട്രക്ചറാണ്. മൾട്ടിവേ സെലക്ഷൻ സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ട് വരുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ സിൻറ്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റേത്. ഓക്കെ, സോ മൾട്ടിവേ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് അറ്റ്മോസ്റ്റ് വൺ ഓഫ് ദ ചോയ്സസ് ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറ്റ് പ്രസൻറ്റ്. അപ്പോൾ ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനന്ന് ഒരു ചോയ്സ് ആയിരിക്കും നമ്മളത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് കേസാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് വേയിൽ നമ്മളിതിനെ കാണിക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിരിക്കുന്നതാണ്. ഡയഗ്രാം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടു വേയുടെയാണ്. ഇത് ടു വേയുടെ കേസിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, ഏജ് ഗ്രേറ്റർ ദാൻ 17 ആണെന്ന്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഏജ് ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ ഒരു കണ്ടീഷനാണത്. ഓക്കെ, അതാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടു വേയുടെ കേസിൽ ട്രൂവും ഫോൾസും രണ്ട് കേസസാണ് ഉള്ളത്. സോ ട്രൂ ആണെങ്കിൽ അത് എന്ത് പ്രിൻ്റ് ചെയ്യും, ഡിസ്പ്ലേ യു ക്യാൻ വോട്ട്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ വോട്ട് ചെയ്യാം. ടു ഫോൾസ് ആണെങ്കിൽ യു കാൺ വോട്ട് എന്നുള്ള മെസ്സേജ്. അപ്പോൾ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ടു വേ സെലക്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി മൾട്ടിവേ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഏജ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് മേടിക്കുന്നു. ഇനി ഏജിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ഏജ് 18 ആണെങ്കിൽ യു ക്യാൻ വോട്ട്. ഓക്കെ, അല്ലെങ്കിൽ 18 ഗ്രേറ്റർ ദാൻ 18 അല്ലെങ്കിൽ 18ഉം ഈ ഒരു പർട്ടിക്കുലർ നമ്പറിന് ഇടയ്ക്കുള്ള ആണെങ്കിൽ ഓക്കെ, അപ്പോൾ 18 ആണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം. ദെൻ 39 ആണെങ്കിൽ യു ആർ മിഡിൽ ഏജ്ഡ് എന്നുള്ള മെസ്സേജ് വരും. 65 ആണെങ്കിൽ യു കൺസിഡർ റിട്ടയർമെൻറ്റ് എന്നുള്ള മെസ്സേജ് വരും. അതല്ല, ഇതൊന്നും അല്ലാത്തതാണെങ്കിൽ ഏജ് ഈസ് അൺഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു മെസ്സേജ് വരും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. 18, 39, 65 ഈ 3 ഇൻപുട്ടാണെങ്കിൽ ഇതിനനുസരിച്ചുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. അതല്ലാത്ത കേസിൽ ഡീഫോൾട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കേസസ് ഒന്നിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ കേസസ് നമുക്ക് കൊടുക്കാനായിട്ട്. കേസസ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് 2, 3, 4 അല്ലെങ്കിൽ 5, 6 ഓപ്ഷൻസ് നമുക്ക് വരാം. ആ ഓപ്ഷൻസിൽ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്കുമാണ് സ്വിച്ച് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ടു വേ ആൻഡ് മൾട്ടി വേ സെലക്ഷൻ സ്ട്രക്ചർ. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സാമ്പിളിൻ്റെ ഒരു ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ കാണാനുള്ള ഒരു സി പ്രോഗ്രാമാണ്. അത് എളുപ്പമാണ്. പെരിമീറ്ററിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിവിടെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഇൻപുട്ടാണ് നമുക്ക് യൂസറിൽ നിന്ന് ഗെറ്റ് ചെയ്യേണ്ടത്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും വിഡ്ത്തുമാണ് വേണ്ടത്. സോ ലെങ്തും വിഡ്ത്തും നമ്മൾ ഇവിടെ നിന്ന് ഗെറ്റ് ചെയ്യുവാണ് യൂസറിൽ നിന്ന്. അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെങ്ത് ഗെറ്റ് ചെയ്തു, വിഡ്ത്തും ഗെറ്റ് ചെയ്തു. ഓക്കെ, വേരിയബിൾസ് എല്ലാം ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കണം കേട്ടോ. ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മെയിൻ ഫംഗ്ഷനകത്ത്. എന്നിട്ട് നമ്മൾ പെരിമീറ്റർ കാണാൻ വേണ്ടി 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്നുള്ളതാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. സോ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത് കണ്ടു. ലെങ്ത് പ്ലസ് വിഡ്ത്ത് കണ്ടിട്ട് അത് 2 മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്തു. അത് പെരിമീറ്ററായിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഏരിയ കാണാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. സോ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് കണ്ടിട്ട് ഏരിയ പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമും എഴുതാവുന്നതാണ്. ഇനി ഇത് കൂടാതെ എക്സ്ട്രാ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ഓപ്പറേറ്റേഴ്സ് ഇൻ സി ചോദിക്കുവാണെങ്കിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും മെൻഷൻ ചെയ്യാം. എല്ലാം കുറച്ച് ചെറുതായിട്ട് എല്ലാം മെൻഷൻ ചെയ്ത് പോകാം നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. മെയിനായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, യൂണറി, ഇൻക്രിമെൻറ്റ്. യൂണറിയിൽ വരുന്നതാണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും, പ്രീഫിക്സ്, പോസ്റ്റ്ഫിക്സ് ഒക്കെ. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ബീറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. സ്പെഷ്യൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ. സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ക്യാൻ ഡിസ്കാർഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പം ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സും ഒന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇതെല്ലാമാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും കണ്ടിരുന്നു. ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ആണ്.
ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. പിന്നെ ഈക്വൽ ടു നമ്മൾ ഡിഫറൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഈക്വൽ ടു മീൻസ് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. ചെക്ക് ട്രൂ ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ ഷോർട്ട് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഷോർട്ട് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു. അതൊക്കെ നമുക്ക് അതിന് ഷോർട്ടായിട്ട് നമുക്ക് എ ഈക്വൽ ടു എ പ്ലസ് വണ്ണ് ഷോർട്ടായിട്ട് എഴുതുന്നതാണ് എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ നമ്മുടെ റിസൾട്ടൻ്റ് ഓപ്പറൻറ്റും ഫസ്റ്റ് ഓപ്പറൻറ്റും നമ്മുടെ ഓപ്പറേഷൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റും ഈക്വൽ ആണെങ്കിൽ, രണ്ടും ഒന്ന് തന്നെയാണെങ്കിലാണ് നമ്മൾ ഈ ഷോർട്ട് ഹാൻഡ് ഓപ്പറൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈക്വൽ ടു എ പ്ലസ് എ പ്ലസ് 1 എന്നുള്ള ഒരു കേസ് വരുവാണെങ്കിൽ എ പ്ലസ് ഈക്വൽ ടു 1 നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സിമിലർലി മറ്റ് കേസസും. അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അറിയാമായിരിക്കും. ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട്. ദെൻ യൂണറി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, കോളൻ. ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് എസ് എ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അതിനകത്ത് റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റും ഓപ്പറേറ്റേഴ്സും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇതാവുന്നതാണ്. ഒത്തിരി ലെങ്ത് ആവാത്ത രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ 10 മാർക്കിന് എഴുതുന്ന രീതിയിൽ യു ക്യാൻ റൈറ്റ്. സോ ഇത് വെച്ച് ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബൈനറിയിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണിത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. സോ ഇത് വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.